ഇങ്ങനെ കുറേ ത്യാഗങ്ങൾ കർത്താവിന് വേണ്ടി സഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ആസ്തിയിലായിരിക്കണം ജനങ്ങൾ തിരികെത്തിക്കേണ്ടത്. അവർക്ക് മെറിറ്റില്ലെങ്കിലും കൃപാസനത്തിൻ്റെ ഒരു ആസ്തിയിൽ അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണം. അതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞ് ഉടനെ ഇന്നും ആൾക്കാർ പ്രശ്നം വന്നാൽ ഉടനെ ലൈറ്റ് ആൻഡ് റിക്വസ്റ്റാണ് ചെയ്യുന്ന ആൾക്കാർ. അത് അകലെയുള്ള ആൾക്കാരാണ്. കൃപാസനത്തിൽ വന്ന് എത്തുന്നത് വരെയുള്ള സമയങ്ങളിൽ കൃപാസന അനുഗ്രഹത്തിൽ നിന്നുള്ള നിക്ഷേപത്തിൽ നിന്ന് അവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ഉടമ്പടി തന്നപ്പോൾ ആ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് ഒരു ഡെമോ ചെയ്തപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു, അച്ഛാ ഇത് നമ്മുടെ യഥാർത്ഥ ഒറിജിനൽ ഉടമ്പടി പോലെ ഫലിക്കുമോ ഇത്? അപ്പോൾ ഞാനൊന്നും അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞില്ല. തീർത്ഥാടന ഉടമ്പടിയാകുമ്പോൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, രോഗികളെ പോയി കാണണം, അങ്ങനെ എന്തുമാത്രം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം. അതൊന്നും ഇതിനകത്തില്ലല്ലോ. ഞാൻ എല്ലാം ഇതിനകത്തുണ്ട്. ആൾക്കാർ ചെയ്താൽ മതി. കാര്യം